നമസ്കാരം ഗൈസ്, ഞാൻ MC. എന്നെ അറിയാമോ? എനിക്കറിയാം, ആർക്കും എന്നെ അറിയില്ല. എന്നാലും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ എന്തൊക്കെയോ കുന്തം ചെയ്തായിരുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഇതുണ്ട്, പിന്നെ ഒരു സ്കാനറും ഉണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ സ്കാനർ വെച്ച് കുറച്ച് കാര്യങ്ങൾ സ്കാൻ ചെയ്തായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മറ്റേ സ്പീഡ് ഓടുന്നൊരു വണ്ടിയുണ്ട്, അതും ഉണ്ടാക്കണം, ഒരു കത്തി ഉണ്ടാക്കണം. എന്നിട്ട് നമ്മുടെ റേഡിയോ വന്ന മെസ്സേജ് നോക്കണം. അപ്പോൾ ഇപ്പോൾ ഈ റേഡിയോ എന്ത് മെസ്സേജ് വന്നോ നോക്കാം. വന്നിട്ടുണ്ട്, അവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പോകണം. ബട്ട് ഇപ്പം ഞാൻ പോകാത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആ വണ്ടിയില്ല. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സേഫ് ആവും. അപ്പോൾ ഞാൻ ആ വണ്ടി കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ അത്താടാ വണ്ടി, ഈ കത്തി നമുക്കുണ്ടാക്കണം. വണ്ടി എൻ്റെ അത്താട വണ്ടി ഗൈസ്, വണ്ടി ഇല്ലേ? വണ്ടിയുടെ ഇങ്ങനെ അൺലോക്ക് ആക്കണോ? ഗൈസ്, ഇതാണ് ആ വണ്ടി. നമ്മുടെ ഇത് റെഡിയല്ല. അപ്പോൾ നമുക്ക് വണ്ടി ഉണ്ടാക്കാൻ കഴിയില്ല. തൽക്കാലം ഒരു നൈഫ് ഉണ്ടായിക്കൊണ്ട് അങ്ങോട്ടല്ല എന്തോ ഉള്ളതെന്ന്. വണ്ടി എന്തായാലും ഉണ്ടാക്കാൻ കഴിയൂല. കുറച്ച് ടൈറ്റാനിക് ഉണ്ടാക്കണം. ഞാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റോറേജ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ പോകും. അവിടെ നിന്ന് കിട്ടുന്ന പുതിയ കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഓക്കെ, നമ്മളങ്ങനെ നൈഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുണ്ട് വിച്ചാത്തി. ഓ, അത് കണ്ട വിച്ചാത്തി ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. നോക്കി വാടാ ഇനി വാടാ, ആരാ വരുന്നതെന്ന് വെച്ചവാ. ഇത് നമ്മുടെ സ്റ്റോറേജ് ഏരിയ ആണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇതൊക്കെ ഇട്ടേക്കാം. കൈ ലൈറ്റിന് ഒരു ഉപകാരമുണ്ട് ഗൈസ്. ഇനി ഇങ്ങനെയുള്ള വാക്കടിക്കുന്നേ. കാര്യം കഴിഞ്ഞ് ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റിൻ്റെ ഉപകാരം രാത്രി വെട്ടം കത്തും. ഏതരം ജീവിയാടാ? നിൽക്കടാ, ജീവിനെ എനിക്ക് നോക്കണം. നിൽക്കടാ ജീവി, എങ്ങോട്ട് പോവല്ലേ? ഏതരം ജീവി? കള്ളപ്പട്ടി ജീവി. ആരാടാ നീ? എൻ്റെ ഏരിയ വന്നെന്തിനാ? ഇവിടെ എൻ്റെ ഏരിയയിലില്ല. കടിക്കും. അയ്യോ, അപ്പോൾ ഇങ്ങനത്തെ ജീവിതം നമ്മൾ മാറിക്കണം കൈസ്, അല്ലെങ്കിൽ കടിച്ച് കൊല്ലും നമ്മൾ. ഓക്കെ, നമുക്ക് നമ്മുടെ ആ വണ്ടിയുള്ള സ്ഥലത്തോട്ട് പോകും. നമ്മൾ ഒരുപാട് വൈകിക്കേണ്ട. നമുക്ക് കിട്ടി ഇൻഫർമേഷൻ വെച്ച് അവിടെ പോയി നോക്കാം ആരായിരിക്കും ആവോ. ഞാൻ രാത്രി ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞു രാത്രി ആവുമ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ കഴിയും. ഇതൊരു തരം വെട്ടമാണ് ഗൈസ്. അയ്യോ, അതെ, അവന് ഭ്രാന്തായി. നിനക്ക് ഭ്രാന്താണാ? അയ്യോ, ഭ്രാന്ത് പിടിച്ചവൻ ഗൈസ്. അവന് ഭ്രാന്താ, ചുമ്മാ വന്ന് ആക്രമിക്കത്. എൻ്റെ ഓക്സിജൻ ടാങ്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം. രാത്രി വന്നു ഒരു കാര്യം ചെയ്യാം. ഞാൻ മണ്ടക്ക് പോയി ഓക്സിജൻ എടുത്തിട്ട് അടിയിൽ പോയി ടോർച്ച് ഓണാക്കാം. ടോർച്ചിന് ആവശ്യമുണ്ട്. ഓനോ, മുമ്പേ ഓണാക്കണ്ടേന്ന് ടോർച്ച്. ഈ ടോർച്ച് ഓണാക്കാൻ ഫസ്റ്റ് നമ്മൾ എറിയണം ഗൈസ്, എന്നാലേ ഈ ടോർച്ച് ഓണാവൂ. അങ്ങനത്തെ ടെക്നോളജി ഇറങ്ങി. ഇനി ആ ടോർച്ച് നമുക്ക് എടുക്കാം. ടോർച്ച് എവിടെയാടാ? വലിയ വെട്ടം. ഓ കിട്ടി. ഈ നമ്മുടെ കയ്യിൽ നിന്ന് വെട്ടം അടിച്ചോളൂ. ടെക്നോളജിയാ. വണ്ടിയുടെ സ്കാനിങ് വല്ലതും, സ്കാനർ വല്ല സ്കാൻ ചെയ്യാൻ കഴിയുമോ? ഇല്ല, ഇവിടെ നിന്ന് സ്കാൻ ചെയ്യാനൊന്നുമില്ല. അവിടെ എന്തുകൊണ്ട്? അങ്ങോട്ട് പോവാം. ടോർച്ചെടുത്ത് പോയി. ഇവിടെ എന്തുണ്ട് ഗൈസ്? അപ്പോൾ നമുക്ക് ഇവിടെ ഈ ടോർച്ച് എറിയുമ്പം ഇവിടെ ഒരു വെട്ടം കിട്ടും. ആ വെട്ടം വെച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ കഴിയും. ഇതാണ് എൻ്റെ ടെക്നോളജി, എൻ്റെ ബുദ്ധി. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലേ? എന്നെ പറ്റിച്ച്. അയ്യോ, ഓക്സിജൻ ഇല്ല. ചത്ത്. ഇല്ല. MC അങ്ങനെ ചാവില്ല. ചത്ത്. പിന്നെ ഈ ലൈറ്റ് ഒരിക്കലും തീരൂല ഗൈസ്, അത് പേടിക്കണ്ട. നിങ്ങളൊരു പേടിത്തൊണ്ടനാണെങ്കിൽ ഈ ലൈറ്റ് തീരുമെന്ന് പേടിക്കണ്ട, തീരില്ല. പക്ഷെ ഇവിടെ കുറേ ബോക്സ് ഉണ്ട്. ബട്ട് ബോക്സിനകത്ത് ഒന്നുമില്ല. റിപ്പയർ ടൂൾ എടുത്ത് കൈ വെച്ചിട്ട് ഞാൻ എന്തോന്നാണ് കാണിക്കുന്നത്? സ്കാനർ എവിടെ? സ്കാൻ ചെയ്യാൻ വല്ലതും കാണും. ഇതൊക്കെ നമ്മുടെ വണ്ടി പാർട്ടാണ്. പൊട്ടിയിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. അത് ഞാൻ എടുത്തെന്ന് തോന്നുന്നു. വേറെ വല്ലോ ഓനോ ഓക്സിജൻ ഇല്ല. എടാ, ഇവന്മാർ ഇപ്പോഴാണ് പറയുന്നത് ഓക്സിജൻ ഇല്ലെന്ന്. എടാ, മുന്നേ ഒരു അലാറം വെച്ചാന്നൂടാ ഓക്സിജൻ തീരുമ്പോൾ.
ഇല്ല 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 എം സി ചാവില്ലടാ. ശിവന്മാർക്ക് അലാറൊന്നും വെച്ച് തരാൻ പറ്റൂല. ഞാനാണ് വെറുതെ കിടന്ന് മേടിക്കുവാടാ. ഓക്സിജൻ പോലും ഞാൻ നോക്കാതെ ജീവൻ പണയം വെച്ചാണ് ഇവിടെ വല്ലതും ഉണ്ടാകാൻ നോക്കുന്നത്. അപ്പോൾ അവന്മാർ ഓക്സിജൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ തന്നെ നോക്കിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. എൻ്റെ ലൈറ്റ് എവിടെ? എൻ്റെ ലൈറ്റ് എവിടെ? അതാണോ എൻ്റെ ലൈറ്റ്? ബാബുവാ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അവിടെ ആരോ പറ്റി ഇൻഫർമേഷനുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ വല്ല അവിടെ കാണും. 600 മീറ്റർ ഉണ്ട്. ഉഞ്ഞ അഞ്ഞ സഹുഞ്ഞ ഹിഞ്ഞഞ്ഞ ഉഞ്ഞനെ ഉഞ്ഞ ഉഞ്ഞ എൻ്റെ അടുത്ത് വരുന്ന ആട് ചത്തുപോണേ. സ്കാനിങ് സ്കാൻ ചെയ്യാൻ പറ്റൂല. അത് മീറ്റർ അടുത്തണിക്കുന്നുണ്ട്. 30 മീറ്റർ. ഓക്കെ, ആ ലൈഫ് ബോട്ട് നമ്മളെത്തി. ഇനി അവിടെ ആരുടെ ജീവനോടുണ്ടാകുന്ന അറിയൂല. ഓഞ്ഞോ ലൈഫ് ബോട്ട് 3. ഇത് കരിഞ്ഞിരിക്കുന്നു. ഓൾസ് ഇത് ചിക്കൻ ഫ്രൈ ആക്കിയ, സോറി പിക്സൽ ഇത് ചിക്കൻ ഫ്രൈ ആക്കിയ. ആ ജീവി വീണ്ടും നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, വെള്ളത്തിൽ പോവാ. അയ്യോ ഇതിന് ഭ്രാന്താ. ഇത് ഭ്രാന്തുള്ള ജീവി. ഗൈസ് ഭ്രാന്തുള്ള ജീവി ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണം. ഇതിൻ്റെ അകത്ത് വെട്ടമില്ല. അപ്പോൾ വെട്ടത്തിന് ഇവിടെ തീടാ ഭ്രാന്ത്. ഇവന് ഭ്രാന്താ. ഇവിടെ വഴിയെ പോകുന്നവരൊക്കെ കടിക്കുന്ന. എനിക്കൊന്നുമില്ല. നമ്മളാ നേരത്തെ അവനെ അടിച്ചില്ലേ, അവൻ്റെ ഫാമിലി എന്ന് തോന്നുന്നു. ഒരുത്തരടിച്ച നാട് മുഴുവൻ ഇളകും. ഓക്കെ, അവൻ പോയി. ഇതിനെ വഴിയാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ പിക്സൽ ചത്തെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം ഗൈസ്. പിക്സൽ ചത്തതിന് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കുടുങ്ങില്ലേ. നമുക്ക് ഡേ ടൈം കിട്ടി. ഓക്സിജൻ ഇല്ല. ഓക്കെ, രക്ഷപ്പെട്ട്. അങ്ങനെയുള്ള ഇത്രയുള്ള കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കങ്ങനെ പിക്സൽ ചത്തെന്ന് ഉറപ്പ് വരുത്താം. കാര്യം പിക്സലിൻ്റെ ഇത് പൊട്ടി, അതായത് വീഴുന്ന സമയത്ത് ഒരുപാട് ഫോഴ്സോടായിരിക്കും ഇവിടെ വീണത്. അങ്ങനെ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി പൊട്ടിത്തെറിച്ച് പിക്സൽ ചത്തിരിക്കുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരിൽ വെച്ച് ചത്തത് എനിക്ക് ഉറപ്പിക്കാം. ഇനി നമുക്ക് പോയി ഫുഡ് തിന്നാം. ഒരുപാട് ടൈം എടുത്തു തിരിച്ചു വരാൻ. ഓക്കെ, നീ കഴിക്കാൻ വല്ല ഉണ്ടാക്ക്. ഡിന്നർ ചിക്കൻ ഡിന്നർ ചിക്കൻ ഡിന്നർ. അവിടേക്കോ ഇതിന്നു. ആൻഡ് ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ എന്ത് വേണം? ഇതുണ്ടാക്കാൻ 2 മതി. ഓക്കെ. ഞാൻ കുറച്ച് കൂടുതൽ ടൈറ്റാനിയം ഉണ്ടാക്കും. ടൈറ്റാനിയം ആവശ്യം വരും. എൻ്റെ ഓക്സിജൻ ടാങ്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ. എൻ്റെ ഓക്സിജൻ ടാങ്കിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ എന്ത് വേണം? എൻ്റെ അടുത്തില്ല ഓക്സിജൻ ടാങ്ക്. ഇതേണ്ട ഓക്സിജൻ ടാങ്ക്. 3 ടൈറ്റാനിയം മതി. ഓക്കെ, ഓക്സിജൻ ടാങ്ക് അങ്ങനെ ഉണ്ടാക്കാം. നേരത്തെ നമ്മുടെ 45 ഇപ്പം എത്ര ഓടും നോക്കാം. ഇൻവെൻട്രി ഫുള്ളാന്ന്. എന്ത് ചെയ്യണം? ഇത് ഫുള്ളല്ലോ അല്ലേ? ഇപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു വേറെ ബിൽഡ് ചെയ്യാനും പറ്റൂല. ഒരു കാര്യം, തൽക്കാലം ഇവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്തേക്കാം. അത് തിന്നാൻ പറ്റുമോ? പൈസ വെള്ളമില്ലാതെ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 75 ആയി. തിക്ക് 20 ഓടിയോളൂ. നമുക്ക് വെള്ളത്തിൽ എന്തെങ്കിലും ചെയ്യണം. ഈ ഓക്സിജൻ ടാങ്കിന് ഹെൽത്ത് ഉണ്ട്. അതെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല. നൈസ്, സബാഷ്. ഇപ്പോൾ തൽക്കാലം ഞാൻ പോയി എന്തെങ്കിലും ഫുഡ് വല്ല ഹണ്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഹാർട്ടില്ലാതെ പറഞ്ഞപ്പോഴാണ് കാര്യം. നമുക്ക് ആ ഹാർട്ട് കൂട്ടിയിട്ട് പോകാം. പറയാൻ പറ്റൂല, എപ്പോഴെങ്കിലും ചത്താല. അതെങ്ങനെ കൂടുന്ന വെച്ചാൽ കേസ്, നമ്മുടെ ഈ ക്യാപ്സുൽ എന്ന് പറയുന്നത് ഈ സംഭവമുണ്ട്. ഇത് നമുക്കിതെടുക്കാം. അപ്പോൾ അടുത്ത കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും വരും. കണ്ടാ 1% ആൻഡ് ഇത് ഹെൽത്താണ്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഹാർട്ട് 59 അല്ല പിന്നെ എനിക്ക് ഈ ഗെയിമിനെ കുറിച്ചെല്ലാം അറിയാം. ഇപ്പോൾ നമ്മൾ തുറന്ന് പോവാണ് കേസ്. അതൊക്കെ ഏത് ചെയ്യും?
ആ ജീവിയുടെ കാണാതെ പോയ. ആൻഡ് നമ്മുടെ കയ്യിലുള്ള സാധനം ടൈറ്റാനിയം ആക്കുന്നതാണ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂസ് ആവും ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഇത് 3 ടൈറ്റാനിയം 10 ടൈറ്റാനിയം വെച്ച് ഇതുണ്ടാവും. ഇത് എന്തോന്നൊന്നും അറിയില്ല, പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, ഇതുണ്ടാക്കാൻ കഴിയും. ഇത് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ആൻഡ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വേണ്ട, ഇത് 2 ടൈറ്റാനിയം പിന്നെ 2 ടൈറ്റാനിയം വെച്ചുണ്ടാവും. വേണ്ട വേണ്ട വേണ്ട, നമ്മുടെ ടൈറ്റാനിയം കുറവാണ്. ഒരു സ്റ്റോറേജ് എക്സ്ട്രാ ഉണ്ടാക്കുന്നത് നല്ലതാണ്, കാര്യം അത് യൂസ്ഫുൾ ആവും. ഓക്കെ, ഈ സ്റ്റോറേജ് നമുക്ക് വെള്ളത്തിൽ കൊണ്ടിടാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നമുക്കൊന്ന് എടുത്താൽ മതി. ഇത് ഇവിടെ വെക്കാം. അയ്യോ അയ്യോ അയ്യോ, ഇവിടെ ഇരുന്നോളൂ. നമുക്ക് തുറന്ന് ഇതിനകത്തോട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കാൻ കഴിയും. കണ്ട എൻ്റെ ശീലം. ഇനി ഒരു പെട്ടിയും കൂടെ കൊണ്ടുവരാം. ഇതിൽ നമുക്ക് അറിയില്ല സാധനം വല്ല വെക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് പോയിട്ട് ഇതിൻ്റെ അകത്ത് പോയി നാലെണ്ണം വേണം. അത് പിന്നെ ഉണ്ടാക്കാം. നമുക്കിപ്പോൾ എക്സ്പ്ലോറേഷൻ ശ്രദ്ധിക്കുക. എക്സ്പ്ലോറേഷൻ നമ്മളിവിടെ വന്നിട്ട് കുറേ ദിവസം എന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. ഇന്ന് എക്സ്പ്ലോറേഷൻ നമ്മൾ ചെയ്തിരിക്കും. രാത്രിയായ അതൊന്നും പരിപാടി. എടാ ഇത് എന്തോന്നാടാ രാത്രി രാവിലെ ആവുന്നത്. എനിക്ക് പിന്നെ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ ഞാൻ എപ്പോൾ ഇറങ്ങിയാൽ അപ്പം രാത്രിയാവും. കഴിഞ്ഞു വിടിയതുപോലെ ഞാൻ എക്സ്പ്ലോറേഷൻ ഇറങ്ങിയപ്പോൾ രാത്രിയായി. ഇത് സപ്നോട്ടിക്ക് ആ മനപ്പൂർവ്വം എൻ്റെ കൂടെ വലിയ കളത്തരം കാണിക്കുക. ഞാൻ വണ്ടി എടുക്കണമെന്നും പറഞ്ഞ് രാവിലെ ആയാ. എടാ ചുമ്മാ ഇറങ്ങിയാൽ രാവിലെ ആക്കി തന്നാ. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അടുത്ത വീഡിയോ ബാക്കി എക്സ്പ്ലോറേഷൻ ചെയ്യാം. കാര്യം ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട്, അതായത് നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ സൂട്ടിൽ ഓക്സിജൻ ടാങ്ക് അപ്ഗ്രേഡ് ചെയ്തു. അത് തന്നെ. ആൻഡ് രണ്ടാമത്തെ കാര്യം നമ്മൾ കത്തി ഉണ്ടാക്കി. ആൻഡ് കുറച്ച് സാധനങ്ങളൊക്കെ പുതിയത് കണ്ടുപിടിച്ചു. അതൊക്കെ കുറച്ച് നമ്മൾ ഗ്രൈൻഡിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ആവശ്യമാണത്. പിന്നെ കുറച്ച് ഇതൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റ ബൈ ബൈ.